മനുഷ്യജന്മങ്ങൾക്ക് നാവായി നമുക്കിന്ന് ചേർന്ന് നിൽക്കാം. വേവുന്ന ഹൃദയം കലക്കിയ കണ്ണുകൾ തൂവുന്ന മിഴിനീർ തുടച്ചു മാറ്റാം. തടിയും മനസ്സും തളർന്ന പതീതർക്ക് തണലിട്ട് സാന്ത്വനമാകാം. തപ്ത മനക്കനൽ തീൽ കനിവിൻ്റെ തണ്ണീരു പെയ്തു കുളിരേകാം. പുറമ്പോക്കിലവരനെന്നടയാളവും പേറി പുകയുന്ന ജീവിതം കാണാം. കരിന്തിരി കത്തിക്കെടുന്ന ദീപങ്ങളിൽ കരിവിൻ തിരി വ്യക്തമായി മാറാം. നോവുണ്ടുറങ്ങും മനുഷ്യജന്മങ്ങൾക്ക് നാവായി നമുക്കിന്ന് ചേർന്ന് നിൽക്കാം. ഷാജത്ത, പിന്നെ നിലമ്പൂർ ആയിഷത്ത് വരെ ഇതാക്കണേ ഇത്രയും വയസ്സായിട്ട് പോലും ബാന്തി പോലെ എത്തിയിരിക്കുകയാണ്. അപ്പൊ എന്താണ് പറയാനുള്ളത്? ആയിഷത്തയുടെ മനസ്സ് ഇപ്പോഴും 18 നിൽക്കുകയാണ്. അതിൽ നിൽക്കുകയാണ് ആയിഷത്ത. ഇപ്പൊ ഡാൻസ് കളിക്കും ആയിഷത്ത. ഞാനിവിടെ 48 വയസ്സ് ആയിഷത്തക്ക്. ഞങ്ങളുടെ ഇവിടുത്തെ അച്ഛനമ്മമാർക്ക് വേണ്ടി ആയിഷത്ത ഇന്ന് പാടും ആടും ഡാൻസ് കളിക്കും. നോക്കിക്കോണം, ഞങ്ങൾ അടിച്ച് പൊളിക്കും ഇവിടെ അല്ലേ? പാട്ടൊക്കെ ഉണ്ടാവും തീർച്ചയായിട്ടും. ആയിഷത്തന്റെ സിനിമയിലെ വരില്ല ഞാൻ ആടാനും വരില്ല നീ ആടത്തെ പച്ചക്കിളിയേ എന്ന് നീ ആടത്തെ പച്ചക്കിളിയേ. ആ പച്ചക്കിളിയാണ് പറന്ന് നടക്കുന്ന പച്ചക്കിളി. അത് അന്ധകാലത്തിലെ ഇന്ന കാലത്തിലല്ലേ. ആശാത്ത നമ്മളെ അയപ്പേക്കും, നമ്മൾ ആശാത്തന്നെ അയപ്പേക്കും. അതാണ് ഇവിടെ സംഭവം പോലെ. അല്ല, ഏറ്റവും വലിയ പണി അവരെ പോയി കാണുക, അവരോട് സംസാരിക്കുക, അവർക്കൊരു പ്രചോദനം കൊടുക്കുക, അവർക്കൊരു അവരൊന്ന് തഴുക. അതിനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്, അവരുടെ മനസ്സൊന്ന് തണുപ്പിക്കാൻ. ആയിഷത്തയോട് ഞങ്ങൾക്കുള്ള ഏറ്റവും വലിയ ബഹുമാനം എന്താണെന്നറിയോ? ഒരു കാലഘട്ടത്തിനെ ഒരു വിപ്ലവ നായികയായിട്ട് അതിനെ അതിജീവിച്ച് കടന്നു വന്ന ഇന്നും ഞങ്ങളുടെ സ്ത്രീകളുടെ മനസ്സിൽ ഒരു വിപ്ലവ മുത്തിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സിൽ വരുന്നത് നിലമ്പൂർ ആയിഷ എന്ന് പറയുന്ന ആ മഹത് വ്യക്തിത്വമാണ്. കാരണം അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ സ്ത്രീകൾ പുറത്തിറങ്ങും, പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകൾ വീടിൻ്റെ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങി കഴിയേണ്ട ഒരു കാലഘട്ടമാണ്. അവിടെ നിന്നാണ് നമ്മുടെ സമൂഹം ഇന്ന് കാണുന്ന ഒരു പുരോഗമന സമൂഹമായി മാറിയത്. കലയും സംസ്കാരം അതിൽ ഏറ്റവും പ്രധാന പങ്കുവഹിച്ചത് നാടകമാണ്. അപ്പോൾ അന്ന് നാടകത്തിലൊരു നായികയാകാൻ ഒരു സ്ത്രീയെ കിട്ടാത്ത കാലഘട്ടമാണ്. അവിടെ നിന്നാണ് ഒരു മലബാർ ഏറ്റവും പ്രത്യേകത, തെക്കൻ കേരളം അല്ല, മലബാറിൽ നിന്ന് ഒരു മുസ്ലിം വനിത നാടകരംഗത്തേക്ക് കടന്നു വരിക എന്ന് പറഞ്ഞാൽ ഇന്ന് ഓർക്കുമ്പോൾ ഞങ്ങൾക്കെല്ലാം ഒരു ആവേശമാണ് ഞങ്ങളുടെ നിലമ്പൂർ ആയിഷത്ത എന്ന് പറയുന്നത്. പക്ഷേ അടിയും പിടിയും ഒക്കെ കടി വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും എന്നുള്ളത് മാത്രമേ അവിടെ ഒന്നും പരാജയപ്പെട്ട് പിൻവാങ്ങിയില്ലെന്നുള്ളതാണ് ആയിഷത്താന്റെ ഏറ്റവും വലിയ നേട്ടമായിട്ട് ഞങ്ങളെല്ലാം കാണുന്നത്. ഞങ്ങൾക്കൊരു ആവേശമാണ്. പക്ഷേ ഇപ്പോഴും ഞാൻ പറയുന്നു, കലയും സംസ്കാരവുമാണ് മനുഷ്യരെ ബോധവൽക്കരണം. തീർച്ചയായിട്ടും. പുതുതലമുറ അതിൽ നിന്നൊക്കെ വിമുഖത കാണിക്കുന്നുണ്ടോ? പുതിയ തലമുറയുടെ മേഡം പറഞ്ഞതുപോലെ മുമ്പ് പുരുഷന്മാർക്ക് പോലും കലാരംഗത്ത് കടന്നു വരാൻ സാധ്യതയുള്ള സമയത്താണ് ധൈര്യസമേതം സ്ത്രീകൾ കടന്നു വന്നത്. അതിൽ പ്രധാനിയായിരുന്നു പ്രിയപ്പെട്ട നാടകത്തിലേക്ക് കൊണ്ടുവന്നത് തന്നെ ഒളപ്പമണിയും EMS നമ്പൂതിരിപ്പാടും ഇമ്പിച്ചി ബാവയും KPR ഗോപാൽ എന്നിവരൊക്കെ തന്നെയാണ്. നിലമ്പൂർ ആയിഷത്തന്റെ ജീവചരിത്രം ആയിഷ എന്ന സിനിമ ശരിക്കും പറഞ്ഞാൽ മഞ്ജു വാര്യരായി നിൽക്കുന്നത് കണ്ടില്ലേ? സൗന്ദര്യം കൊണ്ടും ആ ഒരു ആത്മവിശ്വാസം കൊണ്ടും മഞ്ജു വാര്യരും ജീവിതത്തിലെ 2ാം വരവായിരുന്നു ഇല്ലേ? അപ്പം ആ ആയിഷത്തന്റെ കഥാപാത്രം അവതരിപ്പിക്കാൻ പറ്റിയ ഏറ്റവും അനുയോജ്യമായ ഒരു നായിക മഞ്ജു വാര്യരാണെന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. അവൾ തന്നെയാണ്. കാരണം അതിജീവനത്തിലൂടെ ഒരു പോരാട്ടം, ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ഒരു പോരാട്ടം നടത്തി അതിജീവനത്തിന്റെ മേഖലയിലേക്ക് കടന്നു വരിക എന്ന് പറയുന്നത് കഴിയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ മഞ്ജു വാര്യർ എന്ന് പറയുന്നത് ഞങ്ങളുടെ ആയിഷത്ത തന്നെയാണ്. എല്ലാവർക്കും ഒരു പ്രചോദനം. ഒരു
പ്രത്യേകത എന്ന് പറയുന്നത് ഗാന്ധി ഭവൻ കേവലം ഒരു സമൂഹത്തിൽ ഉപേക്ഷിക്കപ്പെട്ടവരോ പാർശ്വവൽക്കരിക്കപ്പെട്ടവരോ മനുഷ്യരെ താമസിപ്പിക്കുക മാത്രമല്ല, ഒരു സമൂഹത്തിൻ്റെ തന്നെ ഒരു പരിച്ഛേദമാണ്. നമ്മുടെ ഒരു നാടിൻ്റെ സമസ്ത മേഖലകളിലും ഗാന്ധി ഭവൻ ഇടപെടുന്നുണ്ട് എന്നുള്ളതാണ്. മതമില്ല, എല്ലാ മതവിശ്വാസികളെയും ഇവിടെ ഉൾക്കൊള്ളുന്നുണ്ട്. എല്ലാ മതവിശ്വാസികൾക്കും അവരവർക്ക് പ്രാർത്ഥിക്കാനുള്ള ഇടം ഇവിടെ പ്രത്യേകമായി ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ നമുക്ക് കുട്ടികൾക്ക് കലാപരമായ കഴിവുകൾ വളർത്തുന്നതിന് വേണ്ടി ഞങ്ങൾക്കിവിടെ ഇൻ്റർനാഷണൽ ഡാൻസ് സ്കൂളുണ്ട്. കുട്ടികളെ അഭിനയവും അതുപോലെ തന്നെ എല്ലാം പഠിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം നല്ല പൗരന്മാരാക്കി മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുപോലെ സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്ന കലയിൽ അല്ലെങ്കിൽ നാടകത്തിലും സിനിമയിലൊക്കെ അഭിനയിച്ച് ഇന്ന് സമൂഹത്തിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികളോട് ആവിഷ്കരിക്കുന്നുണ്ട്. ഞങ്ങൾക്കൊരു നാടക സമിതി തന്നെ ഗാന്ധി ഭവനുണ്ട്. ഗാന്ധി ഭവൻ്റെ 2ാമത്തെ നാടകം യാത്ര, ആ യാത്ര ഞങ്ങൾ ഉടനെ ആരംഭിക്കുകയാണ്. ആ യാത്ര ഉടനെ നാടകം ഇവിടെ കളിക്കുന്നു അറിയുന്നുണ്ട്. ഭയങ്കരമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. ആദ്യത്തെ നാടകം നവോത്ഥാനം, ആയിഷത്തന്റെ സാന്നിധ്യത്തിലാണ് നവോത്ഥാനം തിരുവനന്തപുരത്ത് അനന്തപുരിയിൽ അവതരിപ്പിച്ചത്. 2ാമത്തെ ഞങ്ങൾ യാത്രയുടെ തുടക്കം കുറിച്ചിരിക്കുന്ന യാത്ര എന്നാണ് 2ാമത്തെ നാടകത്തിന്റെ പേര്. തീർച്ചയായിട്ടും ആയിഷത്ത ഇല്ലാത്ത ഒരു യാത്ര ഇനി ഞങ്ങളുടെ ഗാന്ധി ഭവൻ ഇല്ല. ഞങ്ങളുടെ ഗാന്ധി ഭവന്റെ എല്ലാ യാത്രകളിലും ഞങ്ങളുടെ ആയിഷത്തെ ഞങ്ങൾ ഒപ്പം ചേർത്തോണ്ടാ പോകുന്നത്. കാരണം ഞങ്ങൾക്ക് പ്രചോദനമാണ്, ആവേശമാണ് ആയിഷത്തന്റെ ഈ ഒരു സാമീപ്യവും സാന്നിധ്യവും വാക്കുകളും ഒക്കെ. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ സാധാരണ 1-2 ദിവസം ഇതുപോലുള്ള ആൾക്കാരെ നമുക്ക് പരിചരിക്കാം. പക്ഷേ വർഷങ്ങളോളം പരിചരിക്കുക എന്ന് പറയുന്നത് വലിയൊരു ത്യാഗമാണ്. ആ ത്യാഗമാണ് ഈ ഗാന്ധി ഭവൻ ഏറ്റെടുത്തിരിക്കുന്നത്. ബഹുജനങ്ങൾക്ക് കാണാനും പഠിക്കാനും ഉള്ള ഒരു വലിയൊരു പാഠപുസ്തകമാണ്. മനുഷ്യജന്മങ്ങൾക്ക് നാവായി നമുക്കിന്ന് ചേർന്ന് നിൽക്കാം. വേവുന്ന ഹൃദയം കലക്കിയ കണ്ണുകൾ തൂവുന്ന മിഴിനീർ തുടച്ചു മാറ്റാം. തടിയും മനസ്സും തളർന്ന പതീതർക്ക് തണലിട്ട് സാന്ത്വനമാകാം. തപ്തമനക്കനൽ തീൽ കനിവിൻ്റെ തണ്ണീരു പെയ്തു കുളിരേകാം. പുറമ്പോക്കിലവരനെന്നടയാളവും പേറി പുകയുന്ന ജീവിതം കാണാം. കരിന്തിരി കത്തിക്കെടുന്ന ദീപങ്ങളിൽ കരിവിൻ തിരി വ്യക്തമായി മാറാം. നോവുണ്ടുറങ്ങും മനുഷ്യജന്മങ്ങൾക്ക് നാവായി നമുക്കിന്ന് ചേർന്ന് നിൽക്കാം. വേവുന്ന ഹൃദയം കലക്കിയ കണ്ണുകൾ തൂവുന്ന മിഴിനീർ തുടച്ചു മാറ്റാം. അവരെ കണ്ണീർ തുടക്കുന്ന ഒരു കൈലേസായി തണൽ മാറുകയാണ് ഇപ്പോൾ. എന്തായാലും ദൈവാനുഗ്രഹം അടുത്ത് പ്രാർത്ഥിക്കുകയാണ് എല്ലാവർക്കും. നിങ്ങളെ പോലെ ഉള്ളവരുടെ ഈ ഒരു സാന്നിധ്യവും സാമൂഹ്യവും ഒക്കെ ഇവർക്ക് ഒരുപാട് സന്തോഷം പകരും. കാരണം സ്വന്തം വീട്ടിൽ ഒരുപക്ഷെ ഇവരൊക്കെ സ്വന്തം വീടുകളിലായിരുന്നെങ്കിൽ പോലും അവർക്ക് കിട്ടാത്ത സൗഭാഗ്യമാണ് ഗാന്ധി ഭവനിൽ വരുമ്പോൾ കിട്ടുന്നത്. ഇന്ന് ഞങ്ങളുടെ 10 അമ്മമാർ ഗൾഫിൽ അവരിങ്ങനെ യാത്ര ചെയ്യുകയാണ്. ഒരുപക്ഷെ മക്കളൊക്കെ നല്ല നിലയിലുള്ള അച്ഛനമ്മമാർക്ക് പോലും കിട്ടാത്ത സൗഭാഗ്യമാണ്. 10 അമ്മമാർ ഇന്ന് എന്താ പറയുക, ബുർജ് ഖലീഫയിലൂടെയൊക്കെ യാത്ര ചെയ്യുന്ന ഏറ്റവും ആനന്ദകരമായ ആ ഒരു സമയത്താണ് നിങ്ങളിവിടെ ഞങ്ങളെ ഇവിടുത്തെ 10 അമ്മമാർ, അതായത് മക്കൾ ഉപേക്ഷിക്കപ്പെട്ട ആരുമില്ലാത്ത അമ്മമാർ, അവരെ ഒരു സംഘടനക്കാർ അവർ 10 പേരെ സ്പോൺസർ ചെയ്തു അവരെ ഗൾഫ് കാണിക്കാൻ. അവർ ഒരുപക്ഷെ അവരുടെ ജീവിതത്തിൽ അവരുടെ വീട് വിട്ട് ഒരു തൊട്ട് അടുത്ത ജില്ലയിൽ പോലും പോയിട്ടുണ്ടാവില്ല. അവരാണ് ഇന്ന് വാർദ്ധക്യത്തിൽ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച് ജീവിതം നൈരാശ്യത്തിലിരിക്കുന്ന സമയത്താണ് അത് ഗാന്ധി ഭവനിൽ എത്തുന്നത്. അതെ 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 ഞങ്ങളുടെ ഭാഗ്യം. അങ്ങനെ അവരിന്ന് ഫ്ലൈറ്റിൽ കയറി അവരവിടെ എത്തി. നമുക്ക് പോലും കിട്ടാത്ത സൗഭാഗ്യങ്ങളാണ് പലർക്കും. 10 പേര് സ്പോൺസർ ചെയ്ത് പറഞ്ഞാൽ സെലക്ട് ചെയ്ത് പോയതാണ്. അത് സെലക്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന പലർക്കും ഡോക്യുമെന്റ്സ് ഒന്നും ഇല്ലല്ലോ. കാരണം വഴിയിൽ നിന്ന് കിട്ടിയവരുണ്ട്, പോലീസുകാർ കൊണ്ടാക്കിയവരുണ്ട്, മക്കളില്ലാത്തവരുണ്ട്, ഇവരെവിടെയാണ്, ഇവരുടെ അഡ്രസ്സ് ഇല്ലാത്തവരുണ്ട്. അങ്ങനെയുള്ളവരാണല്ലോ ഇവിടെ അധികം ഉള്ളത്. അപ്പോൾ ഇവർക്ക് ഡോക്യുമെന്റ്സ് ഉള്ളവരെ നോക്കി ഒരുപാട് കഷ്ടപ്പെട്ട് ഇവർക്ക് പാസ്പോർട്ടൊക്കെ ഒപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ആധാറും മറ്റു കാര്യങ്ങളൊക്കെ ഒപ്പിക്കുന്നതിന്. അപ്പം നമുക്ക് 10 പേർക്ക് പാസ്പോർട്ട് കിട്ടുക എന്നുള്ളത് തന്നെ വലിയൊരു വെല്ലുവിളിയായിരുന്നു.
അപ്പോൾ അങ്ങനെ അല്പം ഒരു ആധാറൊക്കെ ഉള്ളവരെ നിങ്ങൾ സെലക്ട് ചെയ്ത് ആധാർ എടുത്ത് അഡ്രസ്സ് ഉള്ളവർക്ക് ആധാർ എടുത്തു, അങ്ങനെയാണ് കിട്ടിയത്. അല്ലാതെ അതിനകത്ത് വേറെ യാതൊരു മാനദണ്ഡവും ഇല്ലായിരുന്നു ആ സെലക്ഷനിനകത്ത്. അതുപോലെ തന്നെ വീട്ടിൽ നടക്കുന്ന പല ആഘോഷങ്ങളും, ഇപ്പോൾ ഈ ആനിവേഴ്സറി, അതുപോലെ തന്നെ കുട്ടികളുടെ പിറന്നാൾ, അതൊക്കെ ഇവിടെ വന്നിട്ട് ആഘോഷിക്കണം അല്ലേ? ഇവരെ കൂടെ ചേർന്ന് നിന്ന് ആഘോഷിക്കണം അല്ലേ? ഒരുപാട് പേര് അങ്ങനെ വരുന്നുണ്ട്, ഒരുപാട് പേര് വരുന്നുണ്ട്. അവരുടെ കുഞ്ഞുങ്ങളുടെ ഒത്തിരി ധാരാളം പേര് വരുന്നുണ്ട്. കുഞ്ഞുങ്ങളുടെ ബർത്ത്ഡേ, ഇന്നിപ്പം തന്നെ 15 പേര് ഇവിടെ ചിത്രകല അവതരിപ്പിക്കുന്ന 10 പേരിന്ന് ഇവിടെ വരുന്നുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട്, അമ്മമാർക്ക് വേണ്ടി. ഞങ്ങളുടെ അമ്മമാർ ഡാൻസ് പഠിക്കുന്നുണ്ട്, അറിയോ? ഞങ്ങളുടെ 70-75 വയസ്സുള്ള അമ്മമാർ ഡാൻസ് പഠിക്കുന്നുണ്ട് ഇവിടെ, അച്ഛന്മാരും ഡാൻസ് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ചിത്രകല പഠിപ്പിക്കാൻ 15 പേര് ഇപ്പോൾ വരുന്നുണ്ട്. 10 മണിക്ക് അവരെത്തും. അങ്ങനെ എന്താ പറയുക, ഞങ്ങൾ ഒരു രാജ്യമാണിത്, ഒരു രാജ്യം, സ്നേഹത്തിൻ്റെ രാജ്യമാണ്, കരുതലിൻ്റെയും കാരുണ്യത്തിൻ്റെയും രാജ്യം. മെഡിക്കൽ ക്യാമ്പ് ഹോസ്പിറ്റലുകളിൽ വന്നിട്ട് മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഒരു വീട്ടിൽ ഒരു വ്യക്തിക്ക് കിട്ടുന്നതിനേക്കാൾ എല്ലാ തരത്തിലുള്ള പരിചരണം ഇവിടെ കിട്ടുന്നുണ്ട്. സ്നേഹം, കരുതൽ, ഭക്ഷണം, താമസം, എല്ലാറ്റിലും ഉപരി അവരെ ചേർത്ത് നിർത്തുന്ന ആളുകളാണ് ഇവിടെ ഉള്ളത്. ഇവിടെ എല്ലാവരും ഇവിടെ ഇപ്പം പ്രസവിച്ച കുട്ടി വരെ ഉണ്ട്. ഇപ്പം ലാസ്റ്റ് ഞങ്ങളുടെ കുട്ടിക്ക് 1 മാസമേ പ്രായമായിട്ടുള്ളൂ. 1 മാസം ആയില്ല, 18-19 ദിവസമേ ആയിട്ടുള്ളൂ. ഞങ്ങളുടെ ലാസ്റ്റ് കുഞ്ഞ് മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ പ്രസവം കഴിഞ്ഞിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. 18 ദിവസം വരെ പ്രായമുള്ള കുട്ടി തൊട്ട് 100 അവിടുത്തെ ആ ഉപ്പാക്ക് 100 വയസ്സിലുണ്ട്, 100 മേളിൽ വയസ്സുള്ളവർ വരെയുണ്ട്. പക്ഷെ ഇവിടെ എല്ലാവരും, ഇവിടെ എല്ലാ മതങ്ങളുണ്ട്, എല്ലാ ജാതിക്കാരുണ്ട്, എല്ലാ സംസ്ഥാനത്തു നിന്നുണ്ട്, അതായത് ശ്രീലങ്കയിൽ നിന്നുള്ളവരുണ്ട്, നൈജീരിയക്കാരുണ്ട്, കോടതി വിട്ട ആൾക്കാരുണ്ട്. അപ്പം ഇതെന്ന് പറയുന്ന ഇന്ത്യയുടെ തന്നെയല്ല, ലോകത്തിൻ്റെ തന്നെ ഒരു പരിച്ഛേദമാണ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മജിയുടെ സങ്കല്പങ്ങളും അദ്ദേഹത്തിൻ്റെ വീക്ഷണങ്ങളും എല്ലാം അക്ഷരാർത്ഥത്തിൽ നടപ്പിലാക്കുന്ന ഒന്ന് തന്നെയാണ് ഗാന്ധി ഭവൻ. അദ്ദേഹത്തിൻ്റെ നാമധേയം ഇവിടെ ഏറ്റവും നന്നായി. ഇവിടെ ഇപ്പം ഞങ്ങളുടെ ഒരു കുട്ടി ഇപ്പം നേഴ്സിംഗ് കഴിഞ്ഞിട്ട് ഇപ്പം പിന്നെ അയർലൻഡിൽ ഇപ്പോൾ ഒരു കുട്ടി പോയി, ഒരു കുട്ടിക്ക് കാനഡയിൽ പോകാനായിട്ടുള്ള റെഡി ആയിരുന്നുണ്ട്. കാരണം ഇവിടെ ഏത് കോഴ്സ് പഠിക്കണോ അവരുടെ ഇഷ്ടത്തിനാണ്. അത് നമ്മൾ സ്പോൺസറെ കണ്ടെത്തി അവരെത്ര ഉന്നത വിദ്യാഭ്യാസം വേണമെങ്കിൽ നമ്മൾ ജേർണലിസത്തിന് പഠിക്കുന്നവരുണ്ട് തിരുവനന്തപുരത്ത്. അവർക്ക് തിരഞ്ഞെടുക്കാം ഏത് കോഴ്സ്. കാരണം നമുക്ക് പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ ഒരു കുട്ടിയും ഇവിടെ പഠനം ഉപേക്ഷിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇവിടുത്തെ തീരുമാനം. ഏത് കോഴ്സാണോ അവർക്ക് പഠിക്കാൻ താല്പര്യം, ആ കോഴ്സിന് നമ്മൾ സ്പോൺസറെ കണ്ടെത്തി അവരെ പഠിപ്പിക്കും. അന്നദാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആർക്ക് വന്നാലും ഇപ്പം നമുക്ക് 1300-നും 1400-നും ഇടയിലുള്ള ആളുകളുണ്ട്, 250 സ്റ്റാഫുണ്ട്, എന്നുണ്ട്. അപ്പം ഇത്രയും പേർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ എല്ലാവരെയും കൊണ്ട് പറ്റിയെന്ന് വരത്തില്ല. ഒരാൾ വന്നിട്ട് പറയുകയാണ്, നമുക്കൊരു ദിവസം ഒരു 3.5 ലക്ഷം രൂപയോളം നമുക്ക് മെഡിസിനും മറ്റു കാര്യങ്ങളുമായിട്ട് വരും ശരാശരി, അല്ലേ? 3.5-നും 4-നും ഇടയിലുള്ള പൈസയാണ് നമുക്കൊരു ദിവസം വരുന്നത്. ഭക്ഷണം, നമുക്ക് ഏറ്റവും കൂടുതൽ മെഡിസിനാണ് ഇവിടെ പൈസ വരുന്ന. ഏറ്റവും കൂടുതലും രോഗങ്ങൾ ബാധിച്ചിട്ടുള്ള ആളുകളാണ്. പക്ഷേ അവിടെ നമ്മൾ ഒരാളെ നിരാശപ്പെടുത്തില്ല. ഒരാൾ വന്നിട്ട് പറയുകയാണ്, എൻ്റെ കയ്യിൽ 1000 രൂപയുള്ളൂ, എനിക്ക് എൻ്റെ അമ്മമാർക്ക് കൊടുക്കണമെന്നതിൽ ആ 1000 രൂപ സന്തോഷത്തോടെ മേടിച്ചിട്ട് അന്നത്തെ ആവശ്യം, അന്ന് എന്തെങ്കിലും വാങ്ങുന്ന കൂട്ടത്തിൽ 1000 രൂപ ചിലപ്പോൾ പപ്പടം വാങ്ങാനായിരിക്കും ഉപയോഗിക്കുന്നത്. അത് അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതെ, ഭക്ഷണം, മരുന്ന്, ശമ്പളം, 250 പേര് ജോലിക്കാരാണ്. അതെ, നമ്മളവിടെ വെച്ച് കണ്ടായിരുന്നു, തിരുവനന്തപുരത്ത് വെച്ച് കല്യാണം കഴിച്ച് പറഞ്ഞിട്ടുണ്ടോ? ഇവിടുന്നോ? ഒരുപാട് എത്രയോ കുട്ടികളെ ഇവിടെ നിന്നുള്ള കുട്ടികളെ മാത്രം കല്യാണം കഴിച്ച മാത്രമല്ല, അതിനകത്ത് അതെ മറ്റൊരു കാര്യം കൂടി കേട്ടോളൂ. അതായത് ആദിവാസികളായിട്ടുള്ള സ്ത്രീകളുണ്ട്, അവർ ലിവിങ് ടുഗദറിലാണ് അവർ ജീവിച്ചിരുന്നത്. അപ്പോൾ അവർക്ക് കുട്ടികളുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് പലപ്പോഴും നമുക്ക് സർക്കാരിൽ നിന്ന് കിട്ടുന്ന പല ആനുകൂല്യങ്ങളും ഫാമിലി ബെനിഫിറ്റ്സ് പലപ്പോഴും കിട്ടിയില്ല. അങ്ങനെ നമ്മൾ ആദിവാസി ഊരുകളിൽ പോയിട്ട് മദ്യത്തിനും മയക്കുമരുന്നിനും എതിരെ ഇവിടെ ക്യാമ്പയിൻ നടത്താറുണ്ട്, ക്ലാസ് എടുക്കാറുണ്ട്, അവരെ ഞങ്ങളിവിടെ കൊണ്ടുവരാറുണ്ട്. അപ്പോൾ അങ്ങനെ പോയ വഴിയിലാണ് ഇത് മനസ്സിലാക്കിയിട്ട് അവരെ ഇവിടെ കൊണ്ടുവന്ന് 30 ദമ്പതികളെ വീതം ഓരോ തവണയും ഇവിടെ കൊണ്ടുവന്ന് കല്യാണം കഴിപ്പിച്ചിട്ട് ഇവിടുത്തെ പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്യിപ്പിച്ച് അവർക്ക് നമ്മുടെ യൂട്യൂബ് ഒന്ന് കാണണം, ഞങ്ങളുടെ ഫേസ്ബുക്ക് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കണ്ടാൽ എല്ലാം മനസ്സിലാക്കും.